ഹലോ ഗൈസ്, നമ്മുടെ അവിടുത്തെ പൂരാണ്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് വൈകിയുണ്ട്, പക്ഷെ ഇന്ന് പൂരായ കാരണം അമ്പലം വേഗം അടക്കില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അപ്പോൾ മാതൃസംഘത്തിൻ്റെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ അച്ഛനും അവിടുത്തെ ചേട്ടന്മാരൊക്കെ എഴുതാനും ഇരിക്കുന്നുണ്ട്. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തൊഴുതിറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അതിൻ്റെ ഇടയിൽ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി തിരിച്ചു പോരാണ്. കയ്യിൽ പായസമുണ്ട്, അമ്മായി നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇപ്രാവശ്യം 4-5 പരിപാടികളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത്രയൊന്നും ഉണ്ടാവാറില്ല. ചെറിയൊരു പൂരാണ് കേട്ടത്, വേലപ്പൂരാണ്, ആനയൊന്നും ഇല്ല കേട്ടോ. ഹലോ ഗൈസ്, നമ്മുടെ അമ്പലത്തിലെ പൂരായ കാരണം നമ്മുടെ അമ്പലത്തിൽ അന്നദാനമുണ്ട്. അപ്പോൾ അതിന് പോവാണ് ഞങ്ങളെല്ലാവരും. ഈ അമ്പലം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തായ കാരണം തന്നെ നടന്നു പോകാൻ ദൂരം ഉണ്ടായിരുന്നല്ലോ. അപ്പം എൻ്റെ കൂട്ടുകാരനെ കണ്ടുട്ടാ. ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരനായതുകൊണ്ട് തന്നെ വല്ല പരിപാടിക്ക് പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. ഞാൻ അങ്ങനെ അവനായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നമ്മൾ അമ്പലത്തിലെത്തി അന്നദാനം കഴിക്കാൻ പോവാണ്. എല്ലാ പ്രാവശ്യം രാത്രി ആയിട്ട് അവിടെ അന്നദാനം ഉണ്ടാവാറ്. ഇപ്രാവശ്യം നമുക്ക് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ അന്നദാനം. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അമ്മ മാതൃസംഘത്തിലുള്ള കാരണം അവിടെ ഐസ്ക്രീം തിന്നാൻ പോവാണ്. ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോവാണ്. എല്ലാരും കൂടി ഐസ് മേടിക്കാൻ പോവാണ്. അതെ, ഐസിന്റെ പൈസ മാമൻ കൊടുക്കും. ഏത് മാമൻ? ഈ മാമ ഐസിന്റെ പൈസ കൊടുക്കും. അതെ, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി നേരത്തെ മാമമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരായിട്ട് ഒരു ട്രിപ്പും കൂടി അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഐസ്ക്രീം കിട്ടിയവർ മാറി നിന്ന് വരി നിൽക്കാൻ പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും പോയി വരി നിൽക്കണതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ ഇറങ്ങി. അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ പൂരം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ പൂരം അങ്ങനെ തീർന്നു. അങ്ങനെ മാമമാരും എല്ലാവരും അങ്ങനെ തിരിച്ചു പോയിട്ടാ. മുന്നത്തെ വർഷത്തെ പൂരങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്രാവശ്യത്തെ പൂരം അടിപൊളിയായിരുന്നു കേട്ടോ.